മാനന്തവാടി മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചത് പൊതുജനത്തെയും ജീവനക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്നു. ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് ഭിന്നശേഷിക്കാരായ ജീവനക്കാരെയാണ്. ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മിനി സിവിൽ സ്റ്റേഷനിലെ 3 നിലകളിലായി 18 ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടങ്ങളിലായി ഭിന്നശേഷിക്കാരായ ജീവനക്കാർ ഉൾപ്പെടെ 200ഓളം പേർ ജോലി ചെയ്യുന്നുണ്ട്. കൂടാതെ എംപ്ലോയ്മെന്റ്, ലേബർ, കൃഷി, സിവിൽ സപ്ലൈസ്, ലീഗൽ മെട്രോളജി, പ്ലാന്റേഷൻ ഓഫീസുകളിലേക്കായി നിത്യേന നിരവധി ആളുകളാണ് വിവിധ സർക്കാർ സേവനങ്ങൾക്കായി എത്തുന്നത്. എന്നാൽ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചത് ദുരിതമായി മാറുകയാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഭിന്നശേഷിക്കാരായ ജീവനക്കാരാണ്. ഓഫീസുകളിൽ പഞ്ചിങ് സംവിധാനമായതിനാൽ തന്നെ പടികൾ കയറി കൃത്യസമയത്ത് ഇവർക്ക് എത്താനും കഴിയുന്നില്ല. തഹസിൽദാരെ കണ്ടിരുന്നു. തഹസിൽദാരെ കണ്ടിട്ട് കഴിഞ്ഞ മാസമാണ് പരാതി കൊടുത്തിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ശരിയാക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ലിഫ്റ്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുമില്ല. വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ 3ാം നിലയിലാണ് എൻ്റെ ഓഫീസുള്ളത്. വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ ഓഫീസിലേക്ക് എത്തിപ്പെടുന്നത്. വളരെ പഞ്ചിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് ഓഫീസിൽ എത്തിപ്പെടാനൊക്കെ വലിയ പ്രയാസം അനുഭവപ്പെടുന്നു. സാമൂഹ്യനീതി വകുപ്പ് ഫണ്ട് ഉപയോഗിച്ചാണ് സിവിൽ സ്റ്റേഷനിൽ ലിഫ്റ്റ് സ്ഥാപിച്ചത്. ഓഫീസുകൾ ജനസൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ സർക്കാർ അനവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. മാസങ്ങളായി പ്രവർത്തനരഹിതമായ ലിഫ്റ്റ് നന്നാക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.